സൈജു കുറുപ്പിന്റെ പ്രൊഡക്ഷനിൽ ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഈ ഒരു സിനിമ എല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ട് ഒരു ഗംഭീര വിജയം നേടിക്കൊണ്ട് ഇപ്പോൾ തിയേറ്ററുകളിലെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഏകദേശം 50 കോടി ക്ലബിനപ്പുറം ഈ ഒരു സിനിമക്ക് ഇപ്പോൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു 100 കോടിയോളം ഈ ഒരു സിനിമക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ ഒരു സമയത്ത് നമുക്ക് കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയുടെ മ്യൂസിക് വൈസ് ആണെങ്കിലും ഈ ഒരു സിനിമയുടെ ആ ഒരു കോണ്ടന്റ് വൈസ് ആണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടും കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുക്കാനായിട്ടും ഈ ഒരു മോഹിനിയാട്ടം സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ പ്രതിഫലമായിട്ട് വാങ്ങിയത് എത്ര രൂപയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു മോഹിനിയാട്ടം സിനിമയുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന ഗൂഗിൾ സൈറ്റുകളിൽ നിന്നാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ മോഹിനിയാട്ടം സിനിമയുടെ സാലറി ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് അഭിറാം രാധാകൃഷ്ണനാണ്. അഭിറാം ഏകദേശം 5 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ രണ്ടാമത് പറയുന്നത് ജിനിൽ റെക്സ് ആൻഡ് ജിവിൻ റെക്സ്. ഇവർ രണ്ടുപേരും ഇരട്ടകളാണ്. ഇവർ രണ്ടുപേരും ഈ ഒരു സിനിമയിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് തങ്ങളുടെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ മൂന്നാമത്തെ പേര് പറയുന്നത് ജഗദീഷാണ്. ഏകദേശം 45 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് നാലാമത്തെ പേര് പറയുന്നത് ബേബി ജീനാണ്. ബേബി ജീൻ ഏകദേശം 10 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് പറയുന്നത് ശ്രീജ രവിയാണ്. ശ്രീജ രവിയും ഏകദേശം 5 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു മോഹിനിയാട്ടം സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ആറാമത്തെ പേര് പറയുന്നത് വിനയ് ഫോർട്ടാണ്. വിനയ് ഫോർട്ട് ഏകദേശം 20 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു മോഹിനിയാട്ടം സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ ഏഴാമത്തെ പേര് പറയുന്നത് രഞ്ജിനിയാണ്. രഞ്ജിനി ഏകദേശം 15 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് സുരാജ് വനിയാർമൂടാണ്. സുരാജ് വനിയാർമൂട് ഏകദേശം 1 കോടി രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു മോഹിനിയാട്ടം സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ ഒരു സിനിമയിലെ നായക കഥാപാത്രം അവതരിപ്പിക്കുന്ന സൈജു കുറുപ്പ് ഈ ഒരു സിനിമയുടെ ഈ ഒരു പ്രൊഡ്യൂസർമാരിൽ ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രതിഫലം കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സിനിമയുടെ ഭാഗം തന്നെയാണ് അദ്ദേഹവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ലാഭത്തിന്റെ ഒരു പങ്ക് സൈജു കുറുപ്പിനുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ പോയിട്ട് ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു സിനിമയുടെ മ്യൂസിക് വോയിസ് ഒക്കെ നമ്മുടെ ഇലക്ട്രോണിക് കിളി എന്നൊക്കെ പറയുന്ന ആ ഒരു പയ്യന് ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് കയറ്റി കൊടുത്ത സിനിമയൊക്കെയാണിത്. കാരണം മ്യൂസിക് വൈസ് ആയാലും BGM ഒക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10-ൽ ഏകദേശം ഒരു 8 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പടം തന്നെയാണ് ഈ ഒരു മോഹിനിയാട്ടം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ പോയിട്ട് ഇത് കാണാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്